ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം ലഭിക്കുന്ന ഒന്നാണ് ചക്ക. ചക്ക കഴിച്ച് ചക്കക്കുരു അങ്ങ് വലിച്ചെറിയാണ് ചെയ്യാറ്. സത്യത്തിൽ ചക്ക കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളോ അല്ലെങ്കിൽ ചക്കക്കുരു കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളോ ഒന്നും പല ആളുകൾക്കും അറിയില്ല. ചക്ക കഴിക്കുന്നത് പോലെ തന്നെ ചക്കക്കുരുവിലും ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരു കഴിക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും നിലനിർത്താൻ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ചക്കക്കുരു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാൻ സഹായിക്കും, പിന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും. തിമിര സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഈ ചക്കക്കുരു കഴിക്കുന്നതുകൊണ്ട് സഹായകരമാവും. അപ്പോൾ നമ്മൾ ഇന്ന് ചക്കക്കുരു കൊണ്ട് ഒരു ബദാം ഷേക്കിനൊക്കെ കടത്തി വെട്ടുന്ന അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ചക്കക്കുരു റെഡിയാക്കിയിട്ടുണ്ട്. ചക്കക്കുരു എടുക്കുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ പുറമേയുള്ള വൈറ്റ് തൊലി മാത്രം കളയുക. കളഞ്ഞതിന് ശേഷം ഇതിലുള്ള ഈ ചുവപ്പ് തൊലി ഒരിക്കലും കളയരുത്, കാരണം ഇതിൽ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം കഴുകി വെച്ച ഈ ചക്കക്കുരുകൾ കുക്കറിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ ഇനി ഇതിന് ശേഷം കുറച്ച് ഈ ചക്കക്കുരു മുങ്ങി നിൽക്കാൻ പറ്റുന്ന അത്ര രീതിയിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിലേക്ക് വെക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ, കുറച്ച് പാല് വേണം, പിന്നെ അതുപോലെ തന്നെ തണുത്ത വെള്ളം. ഇത് മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് ചില എസൻസുകളൊക്കെ ചേർക്കാം, അതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. നമ്മൾ നാടൻ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജാറിലേക്ക് കയറ്റാം. 30 ചക്കക്കുരുവാണ് നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പാക്ക് പാലാണ് വേണ്ടത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേറെ കാര്യമായിട്ട് വേറെ എസൻസ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഒരു പാക്ക് പാല് അതിൽ പകുതി ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും നമ്മളിതിലേക്ക് ഇടുന്നുണ്ട്. അടിച്ചു വന്നപ്പോൾ നല്ല ടൈറ്റാണ്. അപ്പോൾ ഈ പാക്ക് പാല് മുഴുവനായിട്ട് നമ്മൾ പാരുകയാണ്. നേരത്തെ പൊട്ടിച്ച് വെച്ച പാലാണ്. ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നുകൂടെ അടിക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ജ്യൂസ് ആയിട്ടുണ്ട്. നമ്മുടെ ബദാം ജ്യൂസിനൊക്കെ കടത്തി വെട്ടുന്ന രീതിയിലുള്ളൊരു ജ്യൂസ് തന്നെയാണിത്. സത്യം പറയുകയാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മൾ യാതൊരുവിധ എസൻസ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ രുചിയിൽ ഒരു മാറ്റവുമില്ല. നല്ല ടേസ്റ്റ് തന്നെ ഇതിന് വന്നിട്ടുണ്ട്. നമ്മളോട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഗൾഫിലുള്ള ഒരു ഫ്രണ്ടാണ്, അഷ്റഫ് എന്നാണ് എൻ്റെ പേര്. അപ്പം എൻ്റെ പല വീഡിയോകളിലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പ്ലാവിലെ ചക്കകൾ കാണാറുണ്ട്. അപ്പോൾ അവൻ എന്നോട് ദിവസം പറഞ്ഞു, നീ ചെയ്യുമ്പോൾ ഒരു ചക്കക്കുരുവിൻ്റെ ഒരു ജ്യൂസ് അടിച്ച് നോക്കിയെന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ചക്ക കൂടുതലുള്ളതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സത്യത്തിൽ ഈ ചക്കക്കുരു ജ്യൂസ് അടിക്കാൻ തോന്നിയത്. എന്തായാലും വളരെ നല്ലൊരു ജ്യൂസ് തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒഴിവായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.